പുതിയ വർഷത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുക. അതുകൊണ്ട് തന്നെ പുതിയ ദർശനങ്ങൾ രൂപപ്പെടുത്തേണ്ട വർഷമാണ് ഇത്. ഈ 2017 എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു പുതിയ ആശയം ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. ഈ ധ്യാന കേന്ദ്രത്തിൽ നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ അടുത്ത കാലത്തായിട്ട് യുവതി യുവാക്കന്മാരുടെ ധ്യാനങ്ങൾ, ഈ കഴിഞ്ഞ 2016 വർഷങ്ങളിൽ യുവതി യുവാക്കന്മാരുടെ പ്രോഗ്രാമുകളും ധ്യാനങ്ങളും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിന് മുൻകാലങ്ങളിൽ നടത്തിയിട്ടുണ്ട്. എന്നാൽ മുൻകാലങ്ങളിൽ അപേക്ഷിച്ച് ഏറ്റവും കുറച്ച് കുട്ടികൾ വന്ന വർഷമാണ് 2016 കാലഘട്ടത്തിൽ യുവതി യുവാക്കന്മാർ. അതുകൊണ്ട് യുവതി യുവാക്കന്മാരെ ധ്യാന ശുശ്രൂഷയിൽ സംഘടിപ്പിക്കുവാനായിട്ട് ശ്രമങ്ങളൊക്കെ നമ്മൾ നടത്തിയിട്ടുണ്ട്. എന്നാൽ യുവതി യുവാക്കന്മാർ വളരെ കുറച്ചായിട്ടാണ് വന്നത് പല ധ്യാനങ്ങൾ. എന്നാൽ പ്രിയമുള്ളവരെ, യുവതി യുവാക്കന്മാരുടെ ധ്യാനങ്ങൾ 50 പേരെ 100 പേരെ ഉള്ളെങ്കിലും ഒരു തരത്തിലും നടത്തിക്കൊണ്ട് പോകാൻ മേലാത്ത ധ്യാനങ്ങളായി അത് മാറിക്കൊണ്ടിരിക്കും. അത്രമാത്രം പൈശാചിക സ്വാധീനം ഈ കുഞ്ഞുങ്ങളുടെ മേൽ വലയം ചെയ്തിട്ടുണ്ട്. ഒരു 500 മനുഷ്യരെ ധ്യാനിപ്പിക്കുന്നതിനേക്കാളും പ്രയാസമാണ് ഒരു 75 50 കുട്ടികൾ വന്നാൽ അവരെ ധ്യാനിപ്പിച്ച് വിശുദ്ധീകരണത്തിലേക്ക് കൊണ്ടുവരിക. അവരിലേക്ക് വചനം കൊടുത്താൽ കരിങ്കല്ലിൽ തട്ടിയിട്ട് തിരിച്ചു പോരുന്ന പോലെ വചനങ്ങളൊന്നും സ്വീകരിക്കപ്പെടുന്നില്ല. അവരുടെ ഹൃദയം അങ്ങ് കല്ലുപോലെ ആയിരിക്കുന്നു. എന്നാൽ അവരിൽ ആരെങ്കിലും കുഴപ്പക്കാരാണോ എന്ന് ചോദിച്ചാൽ ആരും കുഴപ്പക്കാരോട്ടല്ല തന്നെ. അവരൊക്കെ വെറുതെ ഇരിപ്പുണ്ട് അവിടെ. ഞാൻ ചിലരെയൊക്കെ വിളിച്ചോണ്ട് പോയി കഴിഞ്ഞപ്പോൾ അവർ വളരെ പാവങ്ങളാണ്. അവരിവിടെ ഇരിക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ഇരിക്കുകയാണ്. എന്തെങ്കിലും 2 വചനം പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കൈ ദേഹത്തോട് താങ്ങി അവരുറങ്ങും. അപ്പം വിളിച്ചെന്തേലും ചോദിക്കും, നിന്റെ പേരെന്താ? കോതമംഗലം. അച്ചായൻ്റെ വീടെന്നാ? അച്ചാൻ്റെ വരും. അമ്മയ്ക്കെന്നാ വരും? അമ്മയ്ക്കെന്നാ വരും. നിനക്ക് ഈ ധ്യാനം ഇഷ്ടമാണ്, വളരെ ഇഷ്ടമാണ്. നിനക്കെന്നാ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ല. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇതിനപ്പുറത്ത് യാതൊരു ഇമോഷണൽ ഫീലിംഗും ഇല്ലാതെ ഈ പിള്ളേരിയ്ക്കുകയാണ്. എന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ ധ്യാനങ്ങൾ കഴിഞ്ഞ ശേഷം ഇത് കേൾക്കുന്ന നമ്മുടെ അവസ്ഥ അതിനേക്കാൾ ഗുരുതരമായി പോവുകയാണ്. അത്ര നമ്മുടെ ചങ്ക് തകരുന്ന കാര്യങ്ങളാണ് കേൾക്കുന്നത്. നിങ്ങൾക്ക് കേട്ടാൽ ഒരുപക്ഷെ ഈ പള്ളിക്കകത്ത് പറയാൻ പറ്റുന്നതാണോ ഇതിനകത്ത് പിള്ളേർ ചെയ്തു കൂട്ടുന്നതെന്ന് പറയാൻ പറ്റും. അത്രമാത്രം മോശം കാര്യങ്ങൾ ചെയ്ത് അതിന്റെ ബന്ധനത്തിലാണ്. 16ഉം 18ഉം വയസ്സുള്ള കുട്ടികൾ ഒരുപക്ഷെ വേണമെങ്കിൽ നമുക്കാകപ്പാടെ ഇമാജിൻ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 18 വയസ്സുള്ളൊരു പെണ്ണ് അല്ല ചെറുക്കൻ, 10-21 വയസ്സ് ഒരു ചെറുക്കന് വേണമെങ്കിൽ ഒരു എഴുത്ത് കൊടുത്തെന്നോ മെസ്സേജ് അയച്ചെന്നോ രാത്രി ഫോട്ടോ അയച്ചെന്നോ എന്തെങ്കിലും ഇത്രയൊക്കെ നമുക്കും ഏകദേശം ഇമാജിൻ ചെയ്യാൻ പറ്റും. അത് 1 വർഷമോ 1 അബദ്ധമോ അല്ല. ഒരു തെറ്റുപറ്റിയാൽ സാധാരണയായിട്ട് കുറ്റബോധത്തോടെ കുമ്പസാരിക്കുമായിരുന്ന കുട്ടികൾക്ക് ഇപ്പോൾ കുറ്റബോധമേ ഇല്ല. അവർക്ക് കുമ്പസാരിക്കാൻ പറ്റുന്നില്ല. ഇനി കുമ്പസാരിക്കാൻ എല്ലാം പറഞ്ഞു കൊടുത്താലും കുമ്പസാരം വരുന്നില്ല. അതിനുശേഷം ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ആ മേഖലയിൽ ദൈവാത്മാവുള്ള വ്യക്തികളുടെ ശക്തമായ പ്രബോധനം കഴിയുമ്പോൾ ചിലരിറങ്ങി ഓടുന്നുണ്ട് കുമ്പസാരിക്കാൻ. ഒരിക്കൽ കുട്ടികളുടെ ഒരു ധ്യാനം ഇവിടെ നടക്കുകയാണ്. ധ്യാനത്തിന് കയറി ക്ലാസ്സുകൾ എടുക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പോഴും എനിക്ക് എത്ര ഈസി ആയിട്ടാണ് നിങ്ങളോട് പറയാൻ പറ്റുന്നത്. കാരണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ പറയുന്ന വാക്ക് കയറുന്നുണ്ട്, എനിക്കത് മനസ്സിലാവും. ഈ പിള്ളേരോട് സംസാരിച്ചിട്ട് അവസാനം ഞാൻ തന്നെ വിഷമിച്ചു. തമാശ പറഞ്ഞു നോക്കി, ചിരി വരണ്ടേ, കരയുന്ന കാര്യം പറഞ്ഞു നോക്കി, കണ്ണ് നിറയണ്ടേ, ബുദ്ധിപരമായ കാര്യങ്ങൾ പറഞ്ഞു നോക്കി, അത് ഉൾക്കൊള്ളണ്ടേ. അങ്ങനെ അവരിയ്ക്കുകയാണ്. അവസാനം എനിക്ക് തീരെ നിവൃത്തി കേട്ടപ്പോൾ ഞാൻ താഴെ ഇറങ്ങി. ഞാൻ പറഞ്ഞു ക്ലാസ് നിർത്തി. ഞാൻ പറഞ്ഞു ഈ ക്ലാസ് എടുത്തോണ്ട് പോകാൻ ഒരു നിവൃത്തിയില്ല. അവരൊന്നും ചെയ്തില്ല, അവിടെ വെറുതെ ഇരിപ്പുണ്ട്. ഒന്നും ഈ ധ്യാന കേന്ദ്രത്തിൽ അവർ ചെയ്യുന്നില്ല, അവർ വെറുതെ ഇവിടെ ഇരിക്കുകയാണ്, എന്നെ നോക്കിയിരിക്കുക. ഞാൻ താഴെ ഇറങ്ങി അച്ഛന്മാരോട് പറഞ്ഞു ബാക്ക് വശം തൊട്ട് ഓരോരുത്തരെ 4 പേരെ താഴോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഓരോരുത്തരെ യേശുവിന്റെ നാമത്തിൽ
ഡെലിവറൻസ് പ്രയറിന്, പൈശാചിക ബന്ധന വിമോചന പ്രാർത്ഥനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ഇതാ ഒരു പയ്യൻ പ്രാർത്ഥനയ്ക്ക് ഇങ്ങോട്ട് കൊണ്ട് നിർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി. 5-10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിന്റെ നാമത്തിൽ എല്ലാ തിന്മയുടെ ശക്തികളെയും ദൈവം തന്നിട്ടുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ട് ബന്ധിക്കുന്നു, മോചിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥന തുടങ്ങി. 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇവന്റെ ഭാവമെല്ലാം മാറി. ഇവൻ വിളിച്ചു പറയാൻ തുടങ്ങി, അച്ഛാ പ്രാർത്ഥന നിർത്ത്, ഈ പ്രാർത്ഥന നിർത്ത്, പ്രാർത്ഥിക്കരുത്, ദൈവത്തെ നിർത്ത്. അപ്പൊ ഞങ്ങൾ പ്രാർത്ഥനയുടെ സ്പീഡ് അങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞപ്പോൾ ഇവന്റെ ഹൃദയം തുറക്കാൻ വേണ്ടി തിന്മ ശക്തി വിട്ടുപോകട്ടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൻ വിളിച്ചു പറയുകയാണ്, എനിക്കിപ്പൊ കുമ്പസാരിക്കണം. പ്രാർത്ഥന അവസാനിപ്പിച്ചപ്പോൾ പ്രിയമുള്ളവരെ അവൻ ഇറങ്ങി ഒരൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു ഇതിനകത്ത് നേരെ അങ്ങോട്ട്. ഞാൻ നോക്കിയപ്പോൾ കാണുന്നത് ഓടിയത് എങ്ങോട്ടാണെന്നറിയോ? ഓടിയത് ചാപ്പലിലേക്കാണ് ഇവൻ ഓടിയത്. ഇതാണ് ഇന്നത്തെ യുവാക്കന്മാരുടെ അവസ്ഥ. ഒരു ദേവാലയത്തിലോ ദൈവ സാന്നിധ്യമുള്ള ഒരു ഇടത്തിലോ ഒരു പ്രാർത്ഥനാ സ്ഥലത്തോ അവർക്ക് നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള മാനസികാവസ്ഥയാണ് അവരുടെ ഹൃദയത്തിലുള്ളത്. അതുകൊണ്ട് വേലിയിൽ കൊണ്ട് എന്നാ പറയുന്നേ, കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് അടുത്ത വർഷം മുതൽ നിങ്ങൾ കുറച്ച് സമയം മെനക്കെടുത്തിയിട്ടാണെങ്കിലും നിങ്ങളുടെ 1-ാം ക്ലാസ് മുതലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്ക് 1 മണിക്കൂർ 2 മണിക്കൂർ സമയം ഞാൻ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി ശനിയാഴ്ച ദിവസങ്ങളിലോ ഞായറാഴ്ച ദിവസങ്ങളിലോ ഒക്കെ ആയിട്ട് ഞാൻ ഷെഡ്യൂൾ ചെയ്ത സമയം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊണ്ടുവരണം. അവരെ ഇരുത്തി ഞാനോ ഇവിടുത്തെ മറ്റു വൈദികരോ പറ്റുന്നവര് അവർക്ക് സുവിശേഷം കൊടുക്കും. യേശുവിന്റെ സുവിശേഷം ഈ കുഞ്ഞുങ്ങൾക്കാണ്. നിങ്ങൾ ധാരാളം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം തിരുവചന ശുശ്രൂഷ നടക്കുമ്പോൾ അവിടെ ഉണ്ട്. അത് തെളിയിക്കുന്നതാണ്. ഇന്നലെ നിങ്ങൾ കേട്ട് കാണും, എത്രയോ ക്യാൻസർ രോഗികളാണ് സുഖപ്പെട്ടത് സാക്ഷ്യം പറഞ്ഞത്. ഇന്നലത്തെ ശുശ്രൂഷയ്ക്ക് കുറച്ചുപേരെ വന്ന് കാണത്തുള്ളൂ, ചിലപ്പോൾ വരാനുള്ള സൗകര്യം. ഇന്നലെ വന്നവരൊക്കെ കൈവൊക്കെ വന്നു, എല്ലാവരും വന്നു. അപ്പോൾ ഇന്നലെ പ്രിയമുള്ളവര്, എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം, ഈ വൈദ്യശാസ്ത്രത്തിൽ ട്രീറ്റ്മെന്റ് ഇല്ലാത്ത പല രോഗങ്ങളുമാണ് മാറിയതായിട്ട് പറയും. SLE എന്ന് പറഞ്ഞൊരു രോഗം മാറിയ 2 പേരുണ്ട്. SLE കേട്ടപ്പോൾ 3 വാക്കേ ഉള്ളെങ്കിലും സത്യത്തില് ഈ രോഗത്തിന് കാര്യമായൊരു മെഡിസിൻ ഇല്ല. സ്റ്റിറോയിഡ് കഴിച്ച് ഇങ്ങനെ അവയവങ്ങൾക്കൊന്നും കേടുപറ്റാതെ ജീവിച്ചു പോവുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത്. ചിലപ്പോൾ കിഡ്നിക്കിട്ടായിരിക്കും ഇത് അഫക്റ്റ് ചെയ്യുന്നത് ഈ രോഗം. അങ്ങനെയാണെങ്കിൽ കിഡ്നി അങ്ങ് പോകും. കണ്ണിനിട്ട് അഫക്റ്റ് ചെയ്താൽ കണ്ണങ്ങ് പോകും. അവസാനം ഈ രോഗം വന്നവരൊക്കെ സാധാരണയായിട്ട് കുറെ നാൾ കഴിയുമ്പോൾ കൈക്കും കാലിനും എല്ലാം വേദന, ശരീരത്തിലെ ഒത്തിരി പ്രോബ്ലംസ് ഇങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്ന ആളുകളാണ്. അതിൽ ചിലരൊക്കെ മരിച്ചു പോയത് എനിക്കറിയാം. ചിലരൊക്കെ ഇങ്ങനെ മരുന്നുമൊക്കെ ആയിട്ട് ജീവിക്കുന്നു. 2 പേർക്ക് വെല്ലൂർ മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോൾ ആ രോഗം ഉണ്ട് എന്ന് പറഞ്ഞത് ഇല്ല എന്ന് സ്ഥിരീകരിച്ചു. വേറെ ഉണ്ട്. സാക്ഷ്യം പറഞ്ഞ 2 പേര് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തി. പ്രിയമുള്ളവരെ, ഇതുപോലുള്ളൊരു രോഗം ബാധിച്ചൊരു ആദ്യം വന്നപ്പോൾ ഡോക്ടർമാരുടെ റിപ്പോർട്ടുകൾ ഇങ്ങനെ എന്നോടൊന്നും പറയുമായിരുന്നു, ഇത് ഇന്നാണ് കുഴപ്പം, ഇങ്ങനെയാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറയുമായിരുന്നു. അപ്പോൾ ഈ രോഗത്തിന് വേണ്ടി ഞാൻ അനേക നാളുകൾ ബലിയർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഈ രോഗം വരുന്ന പെൺകുട്ടികൾ ചിലരൊക്കെ ഇങ്ങനെ അങ്ങ് മരിച്ചു പോകും. കാരണം പതുക്കെയൊക്കെ അങ്ങ് മരിച്ചൊക്കെ പോയിട്ടുണ്ട്, അറിയാതെയൊക്കെ. കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ മരിച്ചുപോയവർ ഒത്തിരി പേരെ എനിക്കറിയാം, പിന്നീട് മനസ്സിലാക്കാൻ സാധിച്ചു. ഒരു കുടുംബത്തിൽ തന്നെ പലർക്കും ഇത് വന്നതായിട്ടൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ കുറേയേറെ കാലം ഈ SLE എന്ന് പറയുന്ന മാരക രോഗം ബാധിക്കുന്ന യുവാക്കന്മാർക്ക് വേണ്ടി സത്യത്തിൽ ഞാൻ ഇങ്ങനെ വിശുദ്ധ ബലിയൊക്കെ അർപ്പിച്ചു. ഈ അടുത്ത കാലത്തെ ധ്യാനങ്ങളിൽ ഈ രോഗം വന്ന ശേഷം ഈ രോഗം ഇല്ല എന്ന് സ്ഥിരീകരിച്ച 2 കുട്ടികൾ ഇന്നലെ ഇവിടെ വന്നിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞു, നിങ്ങൾക്ക് ഈ അസുഖം ഇല്ല, നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞെന്നാണ് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മറ്റു അനേകം ക്യാൻസർ പോലെയുള്ള അസുഖങ്ങൾ വന്ന് സുഖപ്പെട്ട വ്യക്തികൾ. ഇതൊക്കെ എന്താണ്? യേശു നമ്മുടെ മധ്യത്തിൽ ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് ഈ അത്ഭുതങ്ങളൊക്കെ തന്നെ, ഈ രോഗശാന്തികളും അത്ഭുതങ്ങളും. അതല്ലാതെ പ്രിയമുള്ളവരെ, കാര്യം പറയുമ്പം ഇന്നലെ ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞപ്പം പറഞ്ഞ്, ഞാൻ ഹാർട്ടിന്റെ രോഗിയായിട്ട് ഇവിടെ വന്നു, ഓപ്പറേഷൻ ഇങ്ങനെ നടത്താനിരുന്നതാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിവിടെ വന്നത്. വന്നപ്പം തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചിട്ട് തിരുമേനി പറഞ്ഞു, ഓപ്പറേഷൻ വേണ്ട, രോഗം ഉണ്ടാകുകയില്ല.
ഞാൻ പലരെയും നോക്കിയത് പറയാറുണ്ട്, ധൈര്യമായിട്ട് പോക്കൂ, ഓപ്പറേഷൻ ഒന്നും വേണ്ട, നിങ്ങൾക്കൊന്നും സംഭവിക്കുകയില്ല. എന്നിട്ട് ഞാൻ മനസ്സിൽ പറയും, വല്ലതും സംഭവിച്ചാൽ സന്തോഷത്തോടെ ശവടക്ക് നടത്തി നിങ്ങളെ സ്വർഗ രാജ്യത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ കുർബാന ചെല്ലിച്ചോളാം. ഇതല്ലാതെ ഒന്നും പറയാൻ നമുക്കില്ല. ഇതാ വാസ്തവം. ഇതിനകത്ത് പ്രിയമുള്ളവരെ, ഈ സൗഖ്യ ശുശ്രൂഷയ്ക്കകത്ത് ഒരച്ഛന്റെയും ഒരു ബിഷപ്പിന്റെയും പേര് നിങ്ങൾ കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. അവർക്കാവില്ല, അവരെ കൊണ്ടാവില്ല ഒരു രോഗം മാറ്റാനോ ഒരു തിന്മയുടെ സ്വാധീന ശക്തിയിൽ ഒരു മനുഷ്യനെ മോചിപ്പിക്കാനോ ഒരു പുരോഹിതനെ കൊണ്ടോ ഒരു ബിഷപ്പിനെ കൊണ്ടോ ഈ ഭൂമിയിൽ ആരെ കൊണ്ടുമാവില്ല. അതിന് കഴിവുള്ളവൻ നസറേയനായ യേശുക്രിസ്തുവാണ്. നമ്മൾ പിന്നെ യേശുക്രിസ്തുവിന്റെ കൂട്ടത്തിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് കാര്യങ്ങൾ നടന്നു കഴിയുമ്പം ഇത് കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെയാണ്. ഇപ്പൊ തൈലം പൂശിക്കോളം പറഞ്ഞാൽ പൂശുക, പ്രാർത്ഥിക്കാൻ പറയാ പ്രാർത്ഥിക്കുക. പിന്നെ മനസ്സിൽ ധൈര്യം തോന്നുമ്പോൾ നമുക്കൊരു ആളെ കാണുമ്പോൾ ഒരു ബലവും ഒരു സഹതാപവും ഒക്കെ തോന്നുമ്പം നമുക്ക് അന്നേരം മനസ്സിൽ തോന്നുന്നൊക്കെ പറയുക. ദൈവം നോക്കിക്കോളും. അതൊക്കെ പറയാൻ ധൈര്യം ഉണ്ടേ പറയും. ചിലരെന്നോട് പറയാറുണ്ട്, രോഗികൾ വന്നിട്ട്, എന്നിട്ടും തിരുമേനി ഒരക്ഷരം പോലും മിണ്ടിയില്ലല്ലോ ഞങ്ങളോട്. സത്യത്തിൽ മനപ്രയാസം കൊണ്ടാണ് ചിലപ്പോൾ മിണ്ടാതെ പോകുന്നത്. അല്ലെങ്കിൽ അതിന് മുമ്പ് കേട്ട കാര്യങ്ങളുടെ മനപ്രയാസമായിരിക്കും. ചിലരെന്റെ മുമ്പിൽ വന്നിങ്ങനെ നിന്നേച്ച് കുറച്ചേരം നിന്നേച്ച് പോകും. എന്നിട്ട് വീട്ടിൽ ചെന്നേച്ച് പറയും, കണ്ടിട്ട് തിരുമേനി ഒരക്ഷരം പോലും മിണ്ടിയില്ല, ഒന്ന് ചിരിച്ചു പോലുമില്ല. അതിനാണോ എന്റെ മുഖത്തോട്ട് നോക്കിയില്ല. ഞങ്ങൾ 4 പേര് നിന്ന്. സത്യത്തിൽ പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ പോലെ എനിക്കങ്ങനെ ചിരിക്കാൻ പലപ്പോഴും പറ്റാത്തതിന്റെ കാര്യം, രാവിലെ മുതൽ ഞാൻ കേട്ടതിന്റെ വേദനകളും ദുഃഖങ്ങളും എന്റെ മനസ്സിൽ കിടക്കുകയാണ്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക മാനസികാവസ്ഥ നമ്മുടെ ഈ ദുഃഖവും ഭാരങ്ങളും പ്രയാസങ്ങളും ചിലപ്പോൾ എന്തായിരിക്കും, അതിന് മുമ്പ് കേട്ടത് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തൊരു പെങ്കൊച്ചായിരിക്കും ചിലപ്പോൾ വന്ന് കരഞ്ഞു പോയത്. നിങ്ങൾ എന്നെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴത്തേന് ആ കാര്യമായിരിക്കും ഞാൻ കൊടുക്കുന്നത്. നമുക്ക് എവിടുന്ന് ഇനി അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്ക് എവിടുന്ന് ആയിരിക്കും ഒപ്പിച്ചു കൊടുക്കുന്നത്. ഇത് ചിന്തിച്ചുകൊണ്ടാണ് രാത്രിയും പകലും ഞാൻ നടക്കുന്നത്. അതുകൊണ്ട് ഫുൾ ടൈം ഇത്തരം കാര്യങ്ങൾ ചിന്തിച്ച് എന്റെ ബ്രെയിനിന് തന്നെ എന്തോ കുഴപ്പമുള്ളത് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. ഓർമ്മ പോലും കുറഞ്ഞു പോവുകയാണ്. അപ്പൊ പ്രിയമുള്ളവരെ, ഇത് ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇത് യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അപ്പൊ യേശു ഇറങ്ങി വന്ന് ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. ആ യാഥാർത്ഥ്യമാണ് എന്നെയും നിങ്ങളെയൊക്കെ ഇവിടെ പിടിച്ചു നിർത്തുന്നത്. എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. 2 മണി സമയത്ത് ഞാനിന്ന് സത്യത്തിൽ ഓർത്തത് ഈ ഞായറാഴ്ച ധ്യാനത്തിന് ആരും വരത്തില്ലായിരിക്കും. കാരണം ഇന്നലെയും ധ്യാനം ഉണ്ടായിരുന്നു. കുർബാനയെല്ലാം കഴിഞ്ഞ് ആളുകൾ വീണ്ടും വന്നു. സത്യത്തിൽ നിങ്ങൾക്ക് വരാൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇവിടെ യേശു ഉള്ളത് കൊണ്ടാണ് പ്രിയമുള്ളൂ. അല്ല, നിങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. ഒരു ദിവസം വന്നു, 2 ദിവസം വന്നു കഴിയുമ്പോൾ ബോറടിക്കാൻ തുടങ്ങിയത്. ഇതിവിടെ യേശു യഥാർത്ഥത്തിൽ ഉണ്ട്. ആ യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നുണ്ട്. ഇവിടെ യേശു ഉണ്ട്. യേശു ഇവിടെ വന്നു പോകുന്നുണ്ട്. ആ സത്യം തിരിച്ചറിഞ്ഞ് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങളെ ആകർഷിക്കുന്നത് ക്രിസ്തുവാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് കിട്ടിയാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഒരു ദേവാലയത്തിൽ നിന്ന് നിങ്ങളെ വിളിക്കുന്നത് ഒരു പുരോഹിതനല്ല, ദേവാലയമല്ല, സ്ഥലമല്ല, മറിച്ച് യേശുവാണ്. അപ്പൊ ആ ചൈതന്യം നമ്മുടെ കൊച്ചുകുട്ടികളിലേക്ക് നമ്മൾ പകരണം. കൊച്ചു കുഞ്ഞുങ്ങളിലേക്ക് നമ്മളത് പകരണം. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും 4-ാം ക്ലാസ്സും 5-ാം ക്ലാസ്സിലും ഒക്കെ ഉള്ള പിള്ളേർക്ക് ഇനി സുവിശേഷം അവരുടെ തലയ്ക്കകത്ത് വേറെന്തെങ്കിലുമൊക്കെ വൃത്തികേടുകൾ കയറിക്കൂടുന്നതിന് മുമ്പേ യേശുവിനെ അവരുടെ തലയ്ക്കകത്തേക്ക് നമുക്ക് കൊടുക്കണം. യേശുവിന്റെ സുവിശേഷം അവരുടെ തലയ്ക്കുള്ളിലേക്ക് നമ്മൾ കൊടുക്കണം. അപ്പൊ പേരൻസിനെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ള ഒരു കാര്യം, യേശു അവരുടെ ഉള്ളിലേക്ക് ഫ്രഷായിട്ട് അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും. ചില ഇഞ്ചക്ഷൻ ചെയ്ത് കഴിയുമ്പോൾ പനി വരത്തില്ലേ എന്ന് പറഞ്ഞവരോട് ചില കുഴപ്പങ്ങൾ അവർക്കുണ്ടാവും. എന്നാ പറ്റുമെന്ന് ചോദിച്ചാൽ, യേശു ഉള്ളിലേക്ക് വന്നു കഴിയുമ്പോൾ അവർ ചിലപ്പോൾ ചുമ്മാ പറഞ്ഞെന്നിരിക്കും, എനിക്ക് അച്ഛനായാൽ മതി, നിങ്ങൾ പേടിക്കാനൊന്നുമില്ല, അവനാകണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അടുത്ത ആഴ്ച പറയും, പൊന്നുമോനെ നീ പോകണ്ടറാ. ചിലർ പറയും, എനിക്ക് കന്യാസ്ത്രീ ആകണമെന്ന് ആഗ്രഹം. നിങ്ങൾ പറഞ്ഞു, നീ ധൈര്യമായിട്ട് ആയിക്കോളാൻ പറയണം. ആകത്തില്ല. വെളിയുള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ചിലപ്പോൾ പിള്ളേരെന്ത് ചെയ്യും, ഞാനിനി മെഡിസിന് പോകുന്നില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ പേടിക്കാനും സമയമാകുമ്പോൾ പോകോളും. അപ്പൊ പടിപടിയായി നമ്മൾ ആധ്യാത്മിക കാര്യം കൊടുക്കുമ്പോൾ അവൻ ആത്മീയ മനുഷ്യനാകാനുള്ള ആഗ്രഹം ചുമ്മാ ഉണ്ടാകും. ഒരിക്കലും ഒരു കൊച്ചു പയ്യനോട് ഇവിടെ കുട്ടികളുടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരോടും ചോദിച്ചു, നിനക്ക് ആരാകേണ്ടത്? ഓരോരുത്തർ എഴുന്നേറ്റ് നിന്ന് അവരുടെ പേരൻസ് അവരെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതും അവൻ കേട്ടതുമായ കാര്യങ്ങൾ പറഞ്ഞു. ഡോക്ടറാകണം, എഞ്ചിനീയർ ആകണം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഒരു കൊച്ചു പയ്യനോട് ഇവിടെ നിർത്തി വെച്ച്
അച്ഛൻ ചുമ്മാ ചോദിച്ചു, നിനക്കെന്നാകാനാണ് ആഗ്രഹം? അവൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, എനിക്കൊരു വിശുദ്ധനാകാനാണ് ആഗ്രഹം. അവനാകണമെന്ന് നിർബന്ധമില്ല, പക്ഷേ അത് പറയാൻ ശേഷിയുള്ളൊരു കുഞ്ഞിനെ ആ ഭവനത്തിന് ജന്മം കൊടുക്കാൻ ആ പേരൻസിന് സാധിച്ചു. ഈ നൂറ്റാണ്ടിൽ ഒരു കുഞ്ഞിന് പറയാൻ പറ്റാത്തത് പറയാൻ, പ്രിയമുള്ളവരെ, ഇതാ ഒരു കുഞ്ഞിനെ കൊണ്ട് സാധിച്ചു. ഞാനന്ന് സത്യത്തിൽ പ്രിയമുള്ളവരെ വൈകുന്നേരം പോയിരുന്ന് ഒത്തിരി കരഞ്ഞുപോയി. കാരണം ഞാൻ അനേക സ്ഥലങ്ങളിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ട്. അതുപോലെ അനേക സ്ഥലങ്ങളിൽ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇത് പറയാനും മാത്രം ഇതാ ഇവിടുത്തെ ശുശ്രൂഷകൾ വളർന്നല്ലോ. ഒരു കുഞ്ഞിനെ കൊണ്ട് ഇത് പറയിപ്പിക്കാനും മാത്രം ഇവിടുത്തെ ശുശ്രൂഷകൾ പര്യാപ്തമായല്ലോ, ഈ ദേവാലയം അതിന് പര്യാപ്തമായല്ലോ എന്നോർത്ത് എനിക്ക് ഒത്തിരി അഭിമാനം തോന്നിയ നിമിഷമുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇനി ആഗ്രഹിക്കേണ്ടതാണ്, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വിശുദ്ധന്മാരുടെ പുസ്തകം എടുത്ത് പഠിപ്പിക്കുക. പഴയ പുസ്തകങ്ങൾ എടുക്കുക. എന്നിട്ട് നല്ല പുസ്തകങ്ങൾ ഇവിടെ കിട്ടും, ഫ്രീ ആയിട്ട് വേണമെങ്കിൽ കിട്ടും. നമ്മുടെ രാജമാണി അച്ഛനാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ ജോലി തന്നെയായിരുന്നു. സഭയിലുള്ള വിശുദ്ധന്മാരുടെയും പിതാക്കന്മാരുടെയും മുഴുവൻ പുസ്തകം എല്ലാം കളക്ട് ചെയ്തിട്ട് പുസ്തകങ്ങളായിട്ട് അടിച്ചടിച്ച് അദ്ദേഹം അട്ടിയടിക്ക് വെച്ചിട്ട് ഇന്നാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ നിറച്ചും പുസ്തകമാണ്. പക്ഷേ നമ്മുടെ സഭാ മക്കൾ ആരും അത് മേടിക്കുന്നുമില്ല, മേടിക്കാൻ പ്രേരിപ്പിക്കുന്നുമില്ല. അവർക്ക് വേറെ വേറെ കാര്യങ്ങളിലാണ്. ഞാനന്നേരം ഓർത്തു, എന്തുമാത്രം ഒരു പുസ്തകം ഉണ്ടാക്കണം, എന്തുമാത്രം എഫേർട്ട് എടുക്കണമെന്നറിയോ. ഞാൻ ഒരു പുസ്തകം എഴുതാനായിട്ടൊരു ശ്രമം നടത്തിയിട്ട് പരാജയപ്പെട്ടിരിക്കുക. അപ്പോഴാണ് അച്ഛൻ ഇഷ്ടംപോലെ പുസ്തകങ്ങൾ എഴുതി പ്രിന്റ് ചെയ്ത് സ്വന്തം കയ്യിലെ കാശ് കൊടുത്ത് പ്രിന്റ് ചെയ്ത് എന്ത് ചെയ്യാണ് അടിക്കടിക്ക് വെച്ചിരിക്കും. കുറേ ഞാൻ UK കൊണ്ടുപോയി, കുറേയല്ല ഇവിടെ കൊണ്ടുതന്ന കുറച്ചൊക്കെ വന്ന്. പ്രിയമുള്ളവരെ, നിങ്ങൾ ആ ബുക്കശാലയിൽ പോയി വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ മേടിച്ചിട്ട് ആ കൊച്ചു കൊച്ചു കഥകൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് അവർ പറഞ്ഞു കൊടുക്കണം. ഈ TV കാണുകയും മൊബൈൽ അടിപ്പിക്കുകയും ഗെയിം കളിപ്പിക്കുകയും ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? ഇനി ആ യൂട്യൂബിലൊക്കെ ആണെങ്കിലും നിങ്ങൾ തപ്പിയാൽ ചിലപ്പോൾ ഏതെങ്കിലും വിശുദ്ധന്മാരുടെ, യേശുക്രിസ്തുവിന് സാക്ഷിയായി വിശുദ്ധ ജീവിതം നയിച്ച ആരുടെയെങ്കിലുമൊക്കെ കഥകളും ഒക്കെ അതിനകത്ത് കാണും. അതൊക്കെ ഒന്ന് നിങ്ങൾ കുഞ്ഞുങ്ങളെ കാണിച്ച് അവരുടെ മനസ്സിലത് കയറ്റിക്കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം, ഇത് ഇന്നയാളാണ്, ഇത് പൗലോസാണ്, ഇത് പത്രോസാണ്, ഇത് ജീസസാണ്. അവരുടെ നെഞ്ചിൽ അതുണ്ടാവണം പ്രിയമുള്ളവർ. ഇല്ലെങ്കിൽ നമുക്കിവരെ നഷ്ടപ്പെടും. 100% ഈ കുഞ്ഞുങ്ങളെ നമുക്ക് നഷ്ടപ്പെടും. സ്പിരിച്വാലിറ്റി, വിശ്വാസം നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളെ തിരിച്ച് ആ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. പിന്നെ അവർക്ക് എപ്പോഴാണ് ഇത് കൊടുക്കാൻ പറ്റുന്നത്? അവർ വിശ്വാസമില്ലാതെ ജീവിച്ച് അവരുടെ യൗവന ജീവിതകാലമെല്ലാം തകർന്ന് തരിപ്പണമായിട്ട് വരും. അപ്പോൾ നമ്മൾ പറയുകയാണ് യേശു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുവരും. അപ്പോഴേക്ക് അവൻ്റെ ജീവിതം തീർന്നിരിക്കും. ചിലപ്പോൾ അത് പറയാൻ അവനുണ്ടാവില്ല. ഒരുപക്ഷെ അവനുണ്ടെങ്കിൽ അത് പറയാൻ വേറെ ആളും ഉണ്ടാവാത്തൊരു കാലം വരും. യൂറോപ്യൻ രാജ്യങ്ങളിൽ യുവതീയുവാക്കന്മാർക്ക് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വൈദികരില്ല പ്രിയമുള്ളവർ. അതിനാള് വേണ്ടേ? ഒരിക്കൽ നേഴ്സ് പറഞ്ഞതാണ്, വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ട് ഒരച്ഛനെ, ആംഗ്ലിക്കൻ അച്ഛനായിരിക്കും, ഏതച്ഛനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എന്തായാലും ഒരച്ഛനെ വിളിച്ചു. സാധാരണയായിട്ട് ഒരു അച്ഛനെ വിളിച്ചാൽ കൃത്യമായി നേരത്തെ മുൻകൂട്ടി അപ്പോയിന്റ്മെന്റോട് കൂടി മാത്രമേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. എന്ത് സംഭവിച്ചെന്നറിയാവോ പ്രിയമുള്ളവര്? അച്ഛൻ വന്ന് കുർബാനയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഈ മുറി മുഴുവൻ കള്ളിന്റെ മണമാണ്. സത്യത്തിൽ ആ സമയത്ത് മുഴുവൻ അച്ഛനടിച്ച് പൂസായിട്ടിരിക്കുക. അപ്പോഴാണ് വിശുദ്ധ കുർബാന കൊടുക്കുക. അന്നേരം കൊണ്ടുവന്ന് കുർബാന കൊടുത്തേച്ച് അച്ഛൻ പോയി മുടക്കി വെച്ചോണ്ട് പോയി. പണ്ടൊരിക്കൽ അങ്ങനെ ഒരു അച്ഛൻ വിശുദ്ധ കുർബാന കൊടുക്കാനായിട്ടൊരുങ്ങിയ പറഞ്ഞപ്പോൾ അച്ഛൻ എന്ത് ചെയ്തു? കുർബാന എടുത്ത്, സാധാരണയായിട്ട് നമ്മളിങ്ങനെ ബഹുമാനത്തോടുകൂടിയൊക്കെ തിരിയൊക്കെ കത്തിച്ച് പിടിച്ചാണ് പണ്ട് കൊണ്ടുപോകുന്നത്. അച്ഛൻ എന്ത് ചെയ്തു? ഒരു കുർബാന എടുത്തേച്ച് ബുക്കിനകത്ത് വെച്ചേച്ച് കഷത്തി വെച്ചോണം. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ബുക്ക് തുറന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്നറിയോ പ്രിയമുള്ളവര്? ആ ബുക്കിന്റെ പേപ്പർ മുഴുവനും ബ്ലഡ് കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. വിശുദ്ധ കുർബാന അവഗണനയോടുകൂടി നോക്കിയപ്പോൾ വിശുദ്ധ കുർബാന മാംസമായി അതിനകത്തുള്ളിലിരിക്കുന്ന കാഴ്ച കണ്ട പുരോഹിതൻ നെഞ്ചുപൊട്ടി. അതിനുശേഷം ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും യേശുക്രിസ്തു വിശുദ്ധ കുർബാന മാംസരക്തമാക്കി കാണിച്ചു കൊടുത്തത് ഒന്നാലോചിച്ച് നോക്കി. ഇപ്പൊ നമ്മൾ പറയല്ലേ, ചങ്കെടുത്ത് കാണിച്ചാൽ ചെമ്പരത്തി
ലോകത്തിൽ നടന്ന അടയാളങ്ങളെല്ലാം ദൈവത്തിന്റെ നിസ്സഹായതയാണ് വെളിപ്പെടുത്തിയത്. വിശുദ്ധ കുർബാന അപ്പമായി തീർന്നതും, ആ വിശുദ്ധ കുർബാന മാംസരക്തങ്ങളായി തീർന്നതും, കുരിശിൽ നിന്ന് എണ്ണയൊഴുകിയതും, മാതാവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നതും ഒക്കെ ദൈവത്തിന്റെ നിസ്സഹായത ദൈവം വെളിപ്പെടുത്തിയാണ്. ഞാൻ നിങ്ങളെ ഇനി എങ്ങനെയാണ് ഞാനാണ് നിങ്ങളുടെ ദൈവം എന്ന് വെളിപ്പെടുത്തുക, അതിന് ഞാൻ ഇച്ചിരൂടെ താന്നേക്കാം എന്ന് വിചാരിച്ച് അവൻ താന്നു കൊടുത്തതാണ്. ഒരു കൊച്ചിന്റെ മുമ്പിൽ നിന്നൊരു അപ്പന് മോനെ ഞാനാണ് നിന്റെ അപ്പൻ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അപ്പൻ കൊച്ചു ചോദിക്കുക, എന്നാ ഇതിന് തെളിവെന്നാ, ഇതിനെന്നെ തെളിവെന്നാ, ഞാനാണ് നിന്റെ അമ്മയെന്ന് പറഞ്ഞു അതിനെന്നെ തെളിവെന്നാ, എന്നെ ഇതിന് തള്ളി ഇതിനകത്ത് കയറ്റി ആ ഗർഭപാത്രത്തിനകത്ത് കയറ്റിയിട്ടൊന്ന് കാണിക്കാവോ, എന്റെ ഗർഭപാത്രത്തിൽ നിന്നാണ് നീ പുറത്തു വന്നെന്ന് പറഞ്ഞ കൊച്ചു ചോദിക്കുക. അതെങ്ങനെ, ഞാൻ ഇത്രയും വലിപ്പവും വണ്ണമുള്ള ഞാൻ എങ്ങനെയാണ് ഈ ഗർഭപാത്രത്തിൽ നിന്ന് വന്നതെന്ന് പറഞ്ഞ് ഞാനെങ്ങനെ വിശ്വസിക്കുക? അതുകൊണ്ട് അമ്മ എന്നെ ഈ ഗർഭപാത്രത്തിനകത്തൊന്ന് തള്ളിക്കയറ്റി കാണിച്ചു തരാമോ എന്ന് ചോദിച്ചാൽ നമുക്ക് മറുപടി പറയാനുണ്ടോ? ഇല്ല. അപ്പോൾ അപ്പൻ കുറെ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നു. അറിയാം, എടാ ഇത് നിന്റെ DNA ടെസ്റ്റിന്റെ പേപ്പറാണ്, എന്റെ DNA ഇത്, നിന്റെ DNA ഇത്, ഇത് രണ്ടും സെയിം ആയിട്ട് വരണമെങ്കിൽ എന്താണ്, ഞാൻ നിന്റെ അപ്പനായതുകൊണ്ടാണ് എന്ന് പറയേണ്ട ഗതികേട് നിങ്ങൾക്കുണ്ടായാൽ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ ഗതികേടാണ് ഇന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിനുള്ളത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ വൈകാരികമായി തന്നെ ഇത് കാണണം. യേശു ദൈവം എന്ന് വേദനിക്കുക, താൻ ദൈവം നമ്മുടെ പിതാവാണെന്ന് ഇതാ വെളിപ്പെടുത്താൻ വേണ്ടി ഇതാ ഗോതമ്പപ്പത്തെ പോലും മാംസരക്തങ്ങളാക്കി നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന ദൈവം. അത്രയും ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യരുത്, നമ്മൾ തരം താഴ്ത്താൻ അനുവദിക്കരുത്, അത്രയും താഴാൻ അനുവദിക്കരുത്. പ്രിയമുള്ളവരെ, നമ്മൾ നമ്മുടെ അപ്പനെ താഴ്ത്തിക്കെട്ടാനായിട്ട് അനുവദിക്കരുത്. അതാണല്ലോ ഇന്ന് എല്ലായിടത്തും നടക്കുന്നത്. ദൈവത്തെ താഴ്ത്തിക്കെട്ടുന്നിടത്താണ് ബാക്കിയുള്ളവരെല്ലാം താഴ്ത്തിക്കെട്ടും. അപ്പോൾ നമ്മളതിനെ അനുവദിക്കരുത്. നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല നിങ്ങളുടെ മക്കൾ നിങ്ങളെ കോടതി കൊണ്ടകയറ്റാനും മറ്റും ഇടയാക്കുന്ന ഒരു ഗതികേടൊന്ന് ആലോചിച്ച് നോക്കി. അടുത്ത കാലത്തൊരു ചെറിയ ടെലിഫിലിം പുറത്തിറങ്ങി. ഒരപ്പനും ഒരു മകൻ തന്റെ അപ്പനെ കൊണ്ടുവന്ന് ഓൾഡ് ഏജ് ഹോമിലാക്കുകയാണ്. അപ്പോൾ ഏതോ വൃദ്ധന്മാരുടെ ദിനമാണെന്ന്, വൃദ്ധദിനം, അങ്ങനെ ഒരു ദിവസം ഉണ്ടോ? കാണുമായിരിക്കും. ആ വൃദ്ധന്മാരുടെ ദിവസമാണ്, ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടേ ആക്കുകയാണ്. അപ്പം പുള്ളിക്ക് ഫുൾ ടൈം ഫോണാണ്. അപ്പം മിണ്ടാതിരിക്കുക. ഫോണൊക്കെ വന്ന് ഫോണിൽ കൂടെ സംസാരിച്ച് ഞാൻ കുറച്ചേരം കഴിയുമ്പോൾ അങ്ങ് എത്തിക്കോളാം, ബിസിനസ് എപ്പോഴാണ് കോൺഫറൻസ് നടക്കുക, ഓക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നേരെ കാറിൽ ഡോറൊക്കെ അടച്ച് അപ്പനെ ബാഗുമൊക്കെ എടുത്ത് ഓൾഡ് ഏജ് ഹോമിലേക്ക് കൊണ്ടുപോയി. പെയ്ഡ് ഓൾഡ് ഏജ് ഹോമാണ്. അപ്പോൾ ഒരു 15,000 രൂപ കൊടുത്താൽ സംഗതി എല്ലാം കാര്യങ്ങൾ അവിടെ കൃത്യമായിട്ട് കിട്ടിക്കോളും. അങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ കൊച്ചുമകൻ കളിച്ചോണ്ട് മൊബൈലിൽ കളിച്ചോണ്ട് ഇതിനകത്ത് കാറിലിരിപ്പുണ്ട്. അവൻ കാറിലിരിക്കുമ്പോഴാണ് അപ്പൻ കയറി ചെന്നു. ഇതാ ഓഫീസിൽ കൊണ്ടുവന്നു. ഫോൺ അന്നേരം തന്നെ ഇരിക്കുകയാണ്, ഫോണിൽ ഇരിക്കുകയാണ്. അന്നേരം തന്നെ ഓഫീസിൽ കാര്യങ്ങളൊക്കെ കൊടുത്തു, പേപ്പറൊക്കെ കൊടുത്തു. എല്ലാം കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അപ്പനോട് പറഞ്ഞു, ഒന്നും വിഷമിക്കാനില്ല, എല്ലാം ഇവിടെ കിട്ടും, ഒന്നും വിഷമിക്കാനില്ല, എല്ലാം ഇവിടെ കിട്ടും, ഞാൻ സമയമുള്ളപ്പോഴൊക്കെ വന്ന് അന്വേഷിച്ചോളാം എന്ന് പറഞ്ഞ് പുള്ളി താഴോട്ട് ഇറങ്ങുമ്പോഴാണ് അവിടുത്തെ ഒരു സ്റ്റാഫ് നല്ല യൂണിഫോമൊക്കെ ധരിച്ച് എയർ ഹോസ്റ്റസിനെ പോലെ ഇറങ്ങി വന്നു. ബുക്കൊക്കെ പിടിച്ചിട്ട് ഫയലൊക്കെ പിടിച്ചു. സാർ ഒരു 2 മിനിറ്റ് തരാവുള്ളൂ. ഉടനെ പുള്ളി ബിസിനസ്സുകാരനായതുകൊണ്ട് ബിസിനസ് സ്റ്റൈലിൽ വന്നതുകൊണ്ട് വന്നതായതുകൊണ്ടും കൂടെ കുറച്ചുകൂടെ ശ്രദ്ധിച്ചു. യൂണിഫോം ഇട്ട് വന്നതുകൊണ്ട് കുറച്ചുകൂടെ സ്റ്റൈലായതുകൊണ്ട് അവൻ തിരിഞ്ഞു നിന്നു. എന്താണ് മാഡം? നേരെ പറഞ്ഞു, ഇന്ന് വൃദ്ധന്മാരുടെ ദിനമായതുകൊണ്ട് ഇവിടെ ഇന്ന് അഡ്മിഷൻ എടുക്കുന്നവർക്കെല്ലാം ഒരു ഓഫറുണ്ട്. എന്നിട്ട് പറഞ്ഞു, ഇന്നിപ്പോൾ നിങ്ങളുടെ ഫാദറിന് നിങ്ങളിവിടെ അഡ്മിഷൻ എടുത്തു. ഇന്ന് എടുക്കുന്ന അഡ്മിഷനേക്കാളും നിങ്ങൾക്ക് ഇപ്പോൾ 30 വയസ്സാണെങ്കിൽ 35-40 വർഷം കഴിയുമ്പോൾ ഇതിന്റെ 5 ഇരട്ടി 6 ഇരട്ടി പണം കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ഇവിടെ അഡ്മിഷൻ കിട്ടത്തുള്ളൂ. എന്നാൽ ഇന്ന് വൃദ്ധദിനമായതുകൊണ്ടൊരു പ്രത്യേക ഓഫറുണ്ട്. ഇന്ന് അഡ്മിഷൻ റെഡിയാക്കുകയാണെങ്കിൽ, ഇന്ന് നിങ്ങളിപ്പോൾ 40 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് അഡ്മിഷൻ റെഡിയാക്കുകയാണെങ്കിൽ
അന്ന് അടയ്ക്കേണ്ടി വരുന്ന തുകയുടെ 50% ഇന്ന് എന്ത് ചെയ്താൽ മതി? ഇന്ന് എടുക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. 40 വർഷം കഴിയുമ്പോൾ 50% അടച്ചാൽ എന്ത് ചെയ്യും? നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. അത് പറഞ്ഞപ്പം പുള്ളി ഒന്ന് കണ്ണുയർത്തി നോക്കി. എന്നിട്ട് ഏറുകണ്ണിട്ട് നോക്കിയത് എങ്ങോട്ടാണെന്നറിയോ? കാറയിലോട്ട്. കാറയിൽ നോക്കിയപ്പോൾ കൊച്ച് മൊബൈലെ കളിച്ചുകൊണ്ടിരിക്കുക. ഇത് ശ്രദ്ധിക്കുന്നേയില്ല. അപ്പോൾ പുള്ളിക്ക് മനസ്സിലായി ഇവൻ മിക്കവാറും 40 വർഷം കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് തട്ടും. ഇന്ന് തട്ടിയതിനേക്കാളും മോശമായിട്ട് കൊണ്ട് തട്ടും. ഇന്ന് പുള്ളി മൈൻഡ് ചെയ്യാതെ പോകുന്നെങ്കിൽ 40 വർഷം കഴിയുമ്പോൾ ഇതാ ഈ അപ്പനെ കഴുത്തിന് പിടിച്ച് തള്ളി അതിനകത്തോട്ട് ഇട്ടേച്ച് പോരും. അതുകൊണ്ട് നമ്മൾ കതിരയിൽ വളം വെച്ചിട്ടാവും കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആധ്യാത്മികത കൊടുക്കണം. 1 or 2 സ്കൂളും ക്ലാസ്സും പോയാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പറയുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ക്ലാസ് 1 or 2 ഒരാഴ്ചയോ 1 വർഷമോ പോയാൽ പോലും ഒന്നും സംഭവിക്കാനില്ല നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ആകേണ്ട ആളാകും. IAS-കാരനാകണമെന്ന് ദൈവം നിശ്ചയിച്ചാലാകും. ദൈവം നിശ്ചയിച്ചാലാകും. ഇന്നലെ ഇവിടെ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞു. പ്രിയമുള്ളവരെ, അവൾ മോദി നടത്തിയ ഒരു മത്സരത്തിൽ, പ്രധാനമന്ത്രി മോദി നടത്തിയൊരു പ്രത്യേക മത്സരത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ നിന്നല്ല, ഈ രാജ്യം മുഴുവൻ നടത്തിയ ഒരു മത്സരമാണ്. അതിൽ നിന്ന് 15 കുട്ടികളെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അത് മോദിയുടെ സ്വപ്നം, മോദിക്ക് സ്വപ്നം കൊടുക്കാനായിട്ടാണ് ആ ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അതാണ് എഴുതി കൊടുക്കേണ്ടത്. ടെസ്റ്റ് അതായിരുന്നു. പ്രധാനമന്ത്രി മോദിയുടെ സ്വപ്നം, ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങളെയൊക്കെ വിമർശിച്ച് അവർക്ക് എഴുതാം. എന്നിട്ട് രാജ്യം ഇങ്ങനെ ആയിരിക്കണമെന്ന സ്വപ്നങ്ങളാണ് അവർ എഴുതേണ്ടത്. അപ്പോൾ അത് ആ ടെസ്റ്റിൽ വിജയിച്ച 15 കുട്ടികളിൽ ഒരാൾ തൂത്തുട്ടി ചാപ്പലിലെ ഒരു കുട്ടിയാണ്. എന്ന് പറഞ്ഞാൽ നാളെ ഇവരെ പല കാര്യത്തിലും പരിഗണിക്കും. അങ്ങനെ പല ടെസ്റ്റുകളിലും ഉന്നത വിജയം കൈവരിച്ച ഒരു പെങ്കൊച്ച്. ഞാൻ അവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞപ്പം ഒരു കാര്യം ഓർത്തു. ഞാൻ കൊച്ചച്ഛനായിട്ട് വാളാടിപ്പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒരു മനുഷ്യൻ ഒരു ദിവസം എൻ്റെ മുറിയിലേക്ക് കയറി വന്നു. കുനിഞ്ഞ മുഖവുമായിട്ടൊരു മനുഷ്യൻ കയറി വന്നു. എന്നിട്ട് അയാൾ എൻ്റെ മുമ്പിൽ നിന്ന് തൻ്റെ ജീവിതത്തിൻ്റെ കഥകളെല്ലാം വെളിപ്പെടുത്തിയ ശേഷം എന്നോട് പറഞ്ഞ കാര്യം ഇതാണ്: അച്ഛൻ എനിക്ക് പാപമോചനം നൽകണം. അപ്പം ഞാൻ പറഞ്ഞു, നാളെ കുമ്പസാരിക്ക്. അന്നേരം പറഞ്ഞ്, ഇപ്പോൾ എൻ്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് മുട്ടുമേൽ നിന്ന് വാവിട്ട് കരഞ്ഞു. തൻ്റെ കുറവുകളെയും ബലഹീനതകളെയും ഓർത്ത് ആ അപ്പൻ വാവിട്ട് എൻ്റെ മുമ്പിൽ നിന്ന് കരഞ്ഞത് ഞാൻ ഓർക്കുന്നുണ്ട്. പൊട്ടിക്കരഞ്ഞു. ഒരുപക്ഷെ ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഭവനത്തിൽ ഇങ്ങനൊന്നും ആൾ വരാറില്ലായിരുന്നു. പറയുമ്പോൾ എന്നെ അറിയുന്നവരുമില്ല, ആൾ വരുന്നില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ ആ ഗേറ്റ് കടന്ന് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് വരാറുണ്ടായിരുന്നു. അങ്ങനെ കടന്നു വന്ന വളരെ ചുരുക്കം ആളുകളിൽ ഒരു വ്യക്തിയാണ് ഈ വ്യക്തി. അയാൾ പൊട്ടിക്കരഞ്ഞപ്പോൾ ഞാൻ അയാളുടെ തലയിൽ കൈവച്ച് പറഞ്ഞു, കർത്താവേ, ഈ മകന്റെ പാപങ്ങൾ മോചിച്ചിരിക്കും. പിറ്റേ ദിവസം കുമ്പസാരിക്കാൻ ഒരുങ്ങി വന്നപ്പോൾ മനുഷ്യൻ പറഞ്ഞു, ഒത്തിരി കാലം കൂടി ഞാൻ ഉറങ്ങി, ഒത്തിരി സമാധാനം എനിക്ക് ദൈവം തന്നു, എൻ്റെ പാപങ്ങൾ മോചിക്കപ്പെട്ടെന്ന് എനിക്ക് കുമ്പസാരിക്കുന്നതിന് മുമ്പ് തന്നെ ബോധ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ആ ദേവാലയത്തിൽ നിന്ന്, ആ ഭവനത്തിൽ നിന്ന്, ആ സ്ഥലത്ത് നിന്ന്, ആ പള്ളിയിൽ നിന്ന് പടിയിറങ്ങിപ്പോയ വ്യക്തിയുടെ മകളാണ് എന്ന്. പ്രിയമുള്ളവരെ, ജീവിതത്തിലെ അനേക സഹനങ്ങളിലൂടെയും സങ്കീർണതകളും കടന്നുപോയിട്ടും ഇതാ തെന്നി വീഴാതെ ഉന്നതമായ വിജയം കൈവരിച്ച്, ജീവിതത്തിൽ പഠിക്കാനുള്ള വലിയ പ്രത്യേക സാഹചര്യങ്ങളൊന്നും ആ കുട്ടിക്കുണ്ടായിരുന്നില്ല. എല്ലാം മേഖലകളിലും പ്രയാസങ്ങളുണ്ട്. അതിൻ്റെ മധ്യത്തിൽ ദൈവം വളരെ ഉന്നതമായ നിലയിലുള്ള വിജയം കൊടുത്തത്. അപ്പോൾ ഓർക്കുക, നിങ്ങൾക്ക് ലഭിക്കുന്ന ഓരോ കൈവപ്പും, ഒരു കുമ്പസാരം, പാപവിമോചനം, ഇതൊക്കെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിയെപ്പോലും മാറ്റിമറിക്കുന്നതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ട് ഈ വർഷം നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെയുമായിട്ട്, പ്രിയമുള്ളവരെ, ദേവാലയത്തിലേക്ക് വരണം. അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളും നിങ്ങളും ഒപ്പം പള്ളിക്കകത്തിരിക്കണം. വെറുതെ ഈ ദേവാലയമൊക്കെ എപ്പോഴും തുറന്നു കിടക്കുക. വല്ലപ്പോഴും വന്ന് ഒരു 10 മിനിറ്റ് ആണെങ്കിലും ഈ പള്ളി മുട്ടുമേ നിന്ന്
നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നടുക്ക് നിർത്തി നിങ്ങൾ പ്രാർത്ഥിക്കണം, ദൈവമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നിനക്കിഷ്ടമുള്ളതുപോലെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഈ സ്ഥലത്തേക്ക് ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ. ഈ വർഷം നിങ്ങൾ സമയം മാറ്റിവെക്കണം. നിങ്ങൾക്ക് തിരക്ക് കാണും, ബിസിനസ് കാണും, ജോലി കാണും, നിങ്ങൾ വളരെ തിരക്കിലായിരിക്കും. ഈ തിരക്കൊക്കെ വെറുതെയാണ് പ്രിയമുള്ളത്, വെറുതെയാണ്. വലിയ പ്രയോജനങ്ങൾ ചെയ്യുന്ന സംഭവമല്ല. ഞാനും ഒത്തിരി ഓടുന്നയാളാണ്. ഓടുന്നതിനേക്കാൾ പ്രയോജനം ഇരിക്കുന്നതാണെന്ന് എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒത്തിരി ഓടിയ ആളാണ്. എന്തുമാത്രം രോഗികളുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എവിടെയെങ്കിലും എന്തെങ്കിലും കാര്യമുണ്ട് 5 പ്രാവശ്യം പോകും. ഈ 5 പ്രാവശ്യം പോയത് കൊണ്ടൊന്നും കാര്യമായില്ല. കാരണം എന്താണ്? ഈ 5 പ്രാവശ്യം പോയാലും ചിലപ്പോൾ 6-ാം പ്രാവശ്യം പോയില്ല എത്ര പറയും. അതുകൊണ്ട് അതൊന്നും വലിയ കഥയില്ല. നിങ്ങളീ അധികം കൂടിയിട്ട് കാര്യമില്ല. നമ്മുടെ ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ഇരിക്കാൻ നിങ്ങൾ സമയം കണ്ടെത്തണം. അതുകൊണ്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ ഈ വർഷം ദേവാലയത്തിൽ കൊണ്ടുവരണം. കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കണം. അവർക്ക് വേണ്ടി സമയം ചെലവഴിക്കണം. വിശുദ്ധന്മാരുടെ കഥകൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. ഞാൻ അവസാനിപ്പിക്കട്ടെ, സമയം കഴിഞ്ഞു. നീ എൻ്റെ സംഗീതവും നീ എൻ്റെ കോട്ടയും നീ എൻ്റെ പ്രാണനാഥൻ നീ എൻ ദൈവം നീ എൻ്റെ സംഗീതം